എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 24 ഇന്ന് ആരംഭിക്കണം. യദുവംശത്തില് ജനിച്ച വിദർഭൻ മുതലായവരെ പറ്റി പറഞ്ഞ് അങ്ങനെ വാസുദേവനിൽ നിന്നും ദേവകിയിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചു എന്ന ചരിത്രം 24ാമത്തെ അധ്യായത്തിൽ പറയണം. ഈ അധ്യായത്തോടു കൂടിയിട്ട് നവമസ്കന്ധം അവസാനിക്കണം. പിന്നെതാ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ദശമസ്കന്ധം ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ അങ്ങനെ തുടങ്ങണം. നമുക്ക് അത് കാത്തിരിക്കാം അല്ലെ. ഭഗവാൻ ബാക്കിയുള്ള ഭാഗങ്ങളും വേണ്ട പോലെ കൂടാതെ അവതരിപ്പിക്കാൻ സാധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത നവമസ്കന്ധ ചതുർവിംശോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം വിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. യോऽन्तः പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. തസ്യാം വിദർഭോ ജനയൽ പുത്രൗ നാമ്നാ കുശക്രഥൗ. തൃതീയം രോമപാദം ച വിദർഭകുലനന്ദനം. യദുവംശത്തില് ജനിച്ച വിദർഭൻ എന്ന മഹാരാജാവ്. ആ വിദർഭനില് കുശൻ, ക്രഥൻ, രോമപാദൻ ഇങ്ങനെ 3 പുത്രന്മാര് ഉണ്ടായി വിദർഭന്. ഇവരിൽ രോമപാദൻ വിദർഭന്റെ വംശത്തെ സന്തോഷിപ്പിക്കുന്നവനായിരുന്നു. അതാണ്, നല്ല മഹാരാജാവായിരുന്നു, മഹാത്മ്യമുള്ള ആളായിരുന്നു രോമപാദൻ. അദ്ദേഹത്തിന്റെ ഭരണത്തില് എല്ലാവർക്കും സന്തുഷ്ടി ഉണ്ടായിരുന്നു, വംശത്തിന് തന്നെ സന്തോഷമായിരുന്നു എന്ന് പറയുന്നത്. രോമപാദസുതോ ബഭ്രോ കൃതിരജായത. കുശികസ്തൽസുതസ്തസ്മാൽ ചേതി ചൈദ്യാതയോ നൃപാഃ. രോമപാദസുതൻ ബഭ്രുവിൽ നിന്ന് കൃതി എന്ന പുത്രൻ ഉണ്ടായി. കൃതിയുടെ പുത്രൻ കുശികൻ, കുശികന്റെ പുത്രൻ ചേതി, ചേതിയുടെ പുത്രൻ ചൈദ്യൻ മുതലായിട്ടുള്ള രാജാക്കന്മാരുണ്ടായി. ക്രഥസ്യ കുന്തി പുത്രോ ഭൂൽ വൃഷ്ണിസ്തസ്യാഥ നിർവൃതി. പുത്രോ ദശാർഹോ നാംനാ ഭൂത് തസ്യ വ്യോമസുതസ്തഥാ. ക്രഥന്റെ പുത്രൻ കുന്തി, അദ്ദേഹത്തിന്റെ പുത്രൻ വൃഷ്ണി, അദ്ദേഹത്തിന്റെ പുത്രൻ നിർവൃതി, അദ്ദേഹത്തിന്റെ പുത്രൻ ദശാർഹൻ, ദശാർഹന്റെ പുത്രൻ വ്യോമൻ. ജീമൂതോ വികൃതിസ്തസ്യ യസ്യ ഭീമരഥസുത. തതോ നവരഥ പുത്രോ ജാതോ ദശരഥസ്തഥാ. വ്യോമപുത്രൻ ജീമൂതൻ, ജീമൂതന്റെ പുത്രൻ വികൃതി, വികൃതിയുടെ പുത്രൻ ഭീമരഥൻ, ഭീമരഥന്റെ പുത്രൻ നവരഥൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ദശരഥൻ. ഒക്കെ മാച്ചായിട്ടാ പേരുകള് അല്ലെ. കരംഭിശകുനേ പുത്രോ ദേവരാതസ്തദാത്മജ. ദേവക്ഷത്രസ്തതസ്തസ്യ മധു കുരുവശാത് അനു. ദശരഥപുത്രൻ ശകുനി, ശകുനിയുടെ പുത്രൻ കരംഭി, കരംഭിയുടെ പുത്രൻ ദേവരാതൻ, ദേവരാതന്റെ പുത്രൻ ദേവക്ഷത്ര, അദ്ദേഹത്തിന്റെ പുത്രൻ മധു, മധുവിന്റെ പുത്രൻ കുരുവശൻ, അദ്ദേഹത്തിന്റെ പുത്രൻ അനു. പുരുഹോത്രസ്തു അനോപുത്ര തസ്യായുസ്സാത്വതസ്തദാ. ഭജമാനോ ഭജിർദീർഘ
ദിവ്യോ വൃഷ്ണിർദേവാവൃതോന്ധക സാത്വതസ്യ സുതാ സപ്ത മഹാഭോജശ്ച മാരിഷ. ഹേ മാരിഷ ശ്രേഷ്ഠ, അനുവിന്റെ പുത്രൻ പുരുഹോത്രൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ആയുസ്, അദ്ദേഹത്തിന്റെ പുത്രൻ സാത്വതൻ, അദ്ദേഹത്തിന്റെ പുത്രന്മാര് ഭജമാനൻ, ഭജി, ദിവ്യൻ, വൃഷ്ണി, ദേവാവൃതൻ, അന്ധകൻ, മഹാഭോജൻ. ഇങ്ങനെ 7 പേര് ഈ സാത്വതന്റെ പുത്രന്മാര്. ഭജമാനസ്യ നിമ്ലോജി കിങ്കിണോ ദൃഷ്ടിരേവച ഏകസ്യാമാത്മജാ പത്ന്യാം അന്യസ്യാം ച ത്രയസുതാഃ ശതാജിച്ച സഹസ്രാജിൽ ഐതാജിത് ഇതി പ്രഭോ. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ പ്രഭോ, ഭജമാനന് ഒരു ഭാര്യയിൽ നിമ്ലോജി, കിങ്കിണൻ, ദൃഷ്ടി എന്ന 3 പുത്രന്മാരുണ്ടായി. പിന്നെ മറ്റൊരു ഭാര്യയില് ശതാജിത്ത്, സഹസ്രാജിത്ത്, ആയുധാജിത്ത് എന്നുപേരായ 3 പുത്രന്മാരും ഉണ്ടായി. ബഭ്രുദേവാവൃത സുത തയോ ശ്ലോകൗ പഠന്ത്യമു. ദേവാവൃതന്റെ പുത്രൻ ബഭ്രു. അവര് 2 പേരും നല്ല മാഹാത്മ്യമുള്ളവരായിരുന്നു. അങ്ങനെ അവരുടെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്ന ഈ 2 ശ്ലോകങ്ങള് പണ്ടത്തെ ആളുകൾ ഇങ്ങനെ കീർത്തിക്കാറുണ്ട് എന്ന് പറയുന്നു. അതാണ് 2 ശ്ലോകങ്ങള്. യഥൈവ ശൃണുമോ ദൂരാൽ സംപശ്യാമസ്തഥാന്തികാൽ ബഭ്രുശ്രേഷ്ഠോ മനുഷ്യാണാം ദേവേ ദേവാവൃത സമ. ദൂരത്ത് നിന്ന് യാതൊരു വിധം കേൾക്കുന്നുവോ ആ വിധം തന്നെ അരികത്ത് വരുമ്പോഴും നമ്മൾ ആ 2 പേരെ കാണുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെയത് കാണുകയും കേൾക്കുകയും ചെയ്യണമെന്ന് കാണിക്കാണ്. ബഭ്രു മനുഷ്യരിൽ വെച്ച് ശ്രേഷ്ഠനാണ്. ദേവാവൃതനോ ദേവന്മാരോട് സദൃശൻ. മനുഷ്യരിൽ വെച്ച് വളരെ ഏറ്റവും ശ്രേഷ്ഠനാണ് ബഭ്രു. ദേവാവൃതൻ ദേവന്മാരോട് പോലെ തന്നെ അത്രയും ശ്രേഷ്ഠനാണ്. പുരുഷ പഞ്ചഷഷ്ടിശ്ച ഷഡ്സഹസ്രാണി ചാഷ്ടച യേ അമൃതത്വമനുപ്രാപ്ത ബഭ്രോർ ദേവാവൃതാത് അപി. പഞ്ചഷഷ്ടി എന്ന് പറഞ്ഞാൽ 65, ഷഡ്സഹസ്രാണി 6000, അഷ്ടച 8, പുരുഷന്മാർ, ബഭ്രുവിൽ നിന്നും, ദേവാവൃതാത് അപി ദേവാവൃതനിൽ നിന്നും, യേ യാതൊരുവരോ അവർ അമൃതത്വം മോക്ഷത്തെ അനുപ്രാപ്ത പ്രാപിച്ചവരായി. അപ്പൊ ഈ ബഭ്രുവിന്റെയും ദേവാവൃതന്റെയും കുലത്തിൽ ജനിച്ച 6073 പേര് അവരുടെ ഉപദേശാനുസരണം പ്രവർത്തിച്ചു. അവര് പറഞ്ഞ പോലെ കേട്ടു. അപ്പൊ അതുകൊണ്ട് 6073 പേരും ഇവരുടെ ഉപദേശം കേട്ടതുകൊണ്ട് അവർക്കെല്ലാം മോക്ഷം സിദ്ധിച്ചു എന്നാ പറയണത്. അത്രയും മഹാത്മ്യമുണ്ട് 2 പേർ. മഹാഭോജോപി ധർമാത്മാ ഭോജ ആസൻ തദന്വയേ വൃഷ്ണേ സുമിത്രപുത്രോ പുൽ യുധാജിച്ച പരന്തപ. മഹാഭോജൻ അത്യന്തം ധർമാത്മാവായിരുന്നു. അദ്ദേഹത്തിന്റെ വംശജാതന്മാരെല്ലാം ഭോജന്മാരെന്ന് കീർത്തിപ്പെട്ടവരായിരുന്നു. ഇത്രയും കീർത്തി ഉണ്ടായിരുന്നു അവർക്ക്. ഭോജന്മാരെന്നാണ് അവരെ പറഞ്ഞിരുന്നത്. അവരെല്ലാവരും നല്ല യശസ് ഉള്ളവരായിരുന്നു. വൃഷ്ണിയുടെ പുത്രന്മാരായിട്ട് സുമിത്രനും യുധാജിത്തും ഉണ്ടായി. ശിനിസ്തസ്യാനമിത്രശ്ച നിമ്നോഭൂത് അനമിത്രത സത്രാജിത പ്രസേനശ്ച നിമ്നസ്യാപ്യാസതു സുതൗ. യുധാജിത്തിന് ശിനി, അനമിത്രൻ എന്ന 2 പുത്രന്മാര്. അതില് അനമിത്രന് നിമ്നൻ എന്ന ഒരു പുത്രനുണ്ടായി. നിമ്നന് സത്രാജിതൻ, പ്രസേനൻ, അങ്ങനെ 2 പുത്രന്മാര് ഉണ്ടായി എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.